പാട്ട് പാടാൻ വേണം വേണം എനിക്ക് പാട്ടിനുള്ള സമയമുണ്ടോ? പിന്നെ നമുക്ക് ഞാൻ ഇതിലെ കൊണ്ടുവരുമ്പോ ഒരു ഇച്ചിരി കൂടെ വേണമായിരുന്നു, ഒരു പിടിയും കൂടെ. നീ നിൽക്കുന്നത് കൂടെ കുത്തി ഇനി കയറും. ഞാൻ പാർട്ടി എടുത്താൽ ഇരുവിനോട്ടോ എവിടോട്ടെങ്കിലും ഒക്കെ അങ്ങ് വെക്കും. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചേനമത്ത് കുറുങ്ങൽ ഏലയിൽ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാറുനടിയിലും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അതാണ്ട മൊത്തം ഹരിതാപം അടിപൊളി. അന്നേരം മൊത്തം ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് അവരുടെ വിശേഷങ്ങളും കേൾക്കാം. കുറുങ്ങ ഏലയിലെ കർഷക തൊഴിലാളികളാണ് ഞങ്ങൾ. വിത്ത് പഞ്ചായത്തും കൂടെ സഹായിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വിത്ത് മുളപ്പിച്ച് പാകി ഏകദേശം ഒരു മാസത്തിനകം അത് പിരിച്ച് നടിയിൽ കണ്ടം വൃത്തിയാക്കി അവിടെ നടുന്ന ഒരു പ്രവണതയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നി, ഞങ്ങൾ 5 പേര് കൂടിയാണ് ഈ വയലിൽ ഇപ്പോൾ ഞാറ് നട്ടു തീർന്നത്. പിന്നെ ഞാറിൻ്റെ പരിപാടി ഇപ്പോൾ ഇവിടെ അവസാനിച്ച് ഇനി വേറെ കണ്ടം ഒരുങ്ങുമ്പോഴേ ഇത് തുടർന്ന് പിന്നെ നിലനിൽക്കത്തുള്ളൂ. ഇത്ര തന്നെ ഉള്ളത്. ഈ പണ്ടത്തെ കൃഷിയും ഇപ്പോഴത്തെ കൃഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാൻ 48 വർഷം കൊണ്ട് വയലിൽ ജോലി ചെയ്യുകയാണ്. നമ്മൾ വിത്ത് കൊണ്ടുവന്ന് പാവി കഴിഞ്ഞാൽ 30 ദിവസം ഞാറ്റുകണ്ടത്തിൽ വിത്ത് കിടക്കും, ഞാറാവും. 30 അന്ന് തൊട്ട് പറിച്ച് നടും. പറിച്ച് നട്ട് കഴിഞ്ഞാൽ പറിച്ച് നടും. പിന്നെ കണ്ടങ്ങൾ ഒരുക്ക് അതെ കെട്ടാവുന്ന ഭാഗത്തിൽ ഞാറ് വളരുമ്പോൾ നമ്മളെ ഞാറ് പെണ്ണുങ്ങളെ കൊണ്ട് കെട്ടിക്കും. പെണ്ണുങ്ങളെല്ലാം ആത്മഹത്യയിട്ട് കൃഷി ചെയ്യുന്നവരാണ്. അങ്ങനെ ഇപ്പോൾ ഇതിന് പുതിയ തലമുറ ആരും ഇപ്പോൾ ഈ ജോലിക്ക് ഇറങ്ങുന്നില്ല. അതെ, പുതിയ തലമുറ. അതെ, അത് കർഷക തൊഴിലാളിയും ഈ രംഗത്ത് വരുന്നില്ല. പിന്നെ ഇതിപ്പം നമ്മളെ പഞ്ചായത്ത് സർക്കാർ ഇവിടെ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പണി ഇങ്ങനെ നടക്കുന്നത്. അപ്പുറത്ത് തന്നെ ഹെൽത്ത് കിടപ്പുണ്ട്. അത് കൃഷി ചെയ്യുന്ന ആളില്ല, ആളുണ്ട്. ആൾ ഇതുവരെ ചെയ്യേണ്ടത് 20-25 വർഷം കൊണ്ട് ആ സ്ഥലം അവിടെ കിടക്കുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. അത് കർഷകരുടെ ഒരുമിച്ച് നിന്ന് കർഷകരും സർക്കാരോട് ഒരുമിച്ച് നിൽക്കുകയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. 20-25 വർഷം കൊണ്ട് 30 വർഷം കൊണ്ട് ചുമ്മാ കിടക്കുക, വെറും ചേരയൊക്കെ കയറി കാട് കയറി കിടക്കുക. ഒരു ആനക്കുട്ടി അതിനകത്ത് കിടന്നാലും കാണാൻ പറ്റത്തില്ല. അത്രയും ഭംഗി, അത്രയും പൊക്കത്തിൽ കാട് കയറി കിടക്കുക. അപ്പോൾ അത് നമ്മളെ സർക്കാരും നമ്മളെ കർഷകരോട് വിചാരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് എല്ലാം കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതും ചെയ്യാം. അരിയില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. പ്ലെയിനിൽ അടിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അരിയില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനായിരിക്കണം. നമ്മളെ പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യണം. ഇതിൻ്റെ പ്രയോജനം കർഷകർക്ക് വേണം, കർഷക തൊഴിലാളിക്ക് വേണം, എല്ലാം വേണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ്, ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് എന്ന് വെച്ചാൽ കർഷക തൊഴിലാളി ട്രേഡാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ പറയുകയാണ്, നമുക്കിത് ഈ കൃഷികളെല്ലാം നമ്മൾ ചെയ്ത് വിജയിപ്പിക്കുക. ഇത് ഇനി ഇത് മുന്നേ 3 മാസം കഴിയും. 3 മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം പോയി, മൊത്തം 120 ദിവസമോ. വിത്ത് നമ്മൾ വെള്ളത്തിലിട്ട അന്ന് തൊട്ട് അതന്നെ വിത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 120 ദിവസം വേണം. അത് ഒരു മാസം നമ്മളെ വയലിൽ പോവും.
പിന്നെ 3 മാസം നമ്മളെ കണ്ടത്തിൽ നമ്മൾ നടന്ന് 1 മാസം കൊണ്ട് ഞാറ് വളരെ ഭാഗമാകും. 25 ഒന്നും പറിക്കാം നമുക്ക്. എന്നാലും 30-35 നമുക്ക് പറിച്ച് നമ്മൾ ഈ ഞാറ് വിരിച്ച് നമ്മൾ നട്ടോളണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് അങ്ങനെയുണ്ട്. പിന്നെ ഇനി കളയെടുപ്പുണ്ട്, ഇനി വളം ചേരണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കർഷകർക്ക് ഈ കർഷക തൊഴിലാളിക്ക് ശമ്പളം കൂടുതലായതുകൊണ്ട് ഒരുപാട് എല്ലാം അറച്ചളയും. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ നടക്കുന്നത്. കർഷക തൊഴിലാളിക്ക് കൂലി ഇച്ചിരി കൂടുതൽ. പിന്നെ അങ്ങനെയാണ്. എന്നാൽ ഈ വയലിൽ ഈ ഇലയിൽ കുറുങ്ങ ഇലയിൽ കൂലി കൂടുതലൊന്നും ഇല്ല. ആഴ്ച നെല്ലൂർ ഓമയ നെല്ലൂർ അവിടെയൊക്കെ കൂലി കൂടുതലാണ്. അതൊന്നും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ ഇവിടുത്തെ കർഷകന് തരിശായിട്ട് കിടന്നത് വീണ്ടും കൂടുതൽ കൂലി കൊടുക്കണം. ഞങ്ങൾ എല്ലാ വയലിലും കൃഷി ചെയ്യാൻ പോകുന്നവരാ. എല്ലാ വയലിലും ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നത്. ഓമയ നെല്ലൂർ വെള്ളിമൺ, പറക്കുളത്ത് എല്ലാ വയലിലും ഞങ്ങൾ ഇവിടുത്തെ കർഷക തൊഴിലാളി ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നതാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ പോയി അവിടെ പോയി ജോലി ചെയ്ത് അവർ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളിഞ്ഞ് പോരും. നല്ല വിളവ് അവർ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ജീവിച്ച് പോന്ന്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ സർക്കാരും നമ്മളെ കർഷകരും കർഷകർ വെച്ചാൽ നിലമുള്ളവരാണ് കർഷകർ. അപ്പോൾ ആ കർഷകരും സർക്കാരും കൂടെ ഒരുമിച്ചിരിക്കുകയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതില്ല, അരിയില്ലാതെ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലേ. ഏതൊരു മനുഷ്യനും കേരളത്തിലുള്ള ആർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ വട്ടം നിങ്ങൾ ഒരു വട്ടം ഇവിടെ ചെയ്തില്ലായിരുന്നു? ചെയ്തായിരുന്നു. അതെ, ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇത് മേടിച്ച് ഒരു ചേട്ടനും ഇവർ രണ്ടുപേരും ഇത് ആത്മാർത്ഥത്തോടെ നിൽക്കുകയാണ്. ഇവർ രാവിലെ വന്ന് ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇവർ ആത്മാർത്ഥത്തോടെ നിൽക്കുകയാണ്. തൊഴിലാളിക്ക് ആഹാരം മേടിച്ചിട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടെ നിന്ന് നടുകയും ചെയ്ത് ഞാറ് വിൽക്കുകയും ചെയ്ത് ഇവിടെ എല്ലാ. എൻ്റെ പേര് ലീല. അങ്ങോട്ട് നോക്ക് സിനിമയിൽ എടുക്കുന്നത്. എൻ്റെ പേര് ലീല. എൻ്റെ പേര് സുഭദ്ര. എൻ്റെ പേര് അജിതയാണ്. ഇവിടെ ഇപ്പം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ യുവതലമുറകളിൽ മുന്നിട്ടിറങ്ങി കൃഷികൾ ചെയ്യാനായിട്ട് ഒരു മനസ്സ് കാണിച്ചതിൽ അതിന് ഏറ്റവും കർഷക തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഇപ്പം രണ്ട് പറ കണ്ടമാണ് ഇപ്പം കൃഷി ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ച് ഈ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ ഏലാപ്പുറത്ത് തരിച്ചടങ്ങുന്ന കൃഷികളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമെന്നൊരു പ്രതീക്ഷയിൽ ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള നിങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടാണ് നമ്മൾ ഇപ്പം ഈ ഏലാപ്പുറത്ത് നിൽക്കുന്നത്. ഇനി അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളോടൊപ്പം ഞങ്ങളും കാണും. അതേപോലെ അരി എല്ലാം നമ്മൾ വെളി രാജ്യത്തു നിന്നാണ് എടുക്കുന്നത്. കോവിഡ് കാലത്ത് ഇപ്പം നമ്മൾ ഓരോ വീടുകളിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാത്തത് സർക്കാരിൻ്റെ ഒരു സഹായത്തിൽ മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം തരണം ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നിട്ട് ഒറ്റക്കെട്ടായി ഈ കാര്യങ്ങൾ പരിഹരിച്ചേ മതിയാവും. ഈ അപ്പുറം എല്ലാം കിടക്കുന്ന കൃഷികളിൽ സാധാരണമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോടൊപ്പം എന്നും മരിക്കും വരെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.